ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ 160 ആണ് വണ്ടി. ജനറലായിട്ടൊരു സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഫ്രണ്ട് ഡിസ്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് ജാമായ ഒരു കണ്ടീഷനിലാണ്. വണ്ടി പിന്നെ മൂവ് ആവില്ല. പിന്നെ നമ്മൾ ബാക്ക് ഓടിക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു അബ്നോർമലായിട്ടുള്ളൊരു അതായത് തെറിപ്പ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതും പ്രകാരം നമ്മൾ ബാക്ക് ബ്രേക്ക് നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയക്കണതാണ്. ലൈൻഡർ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റായാലും വലിയ പഴക്കത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയിനൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ബാക്കിലത്തെ ഈ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഈ ബാക്കിലേക്ക് നമ്മൾ ആ വീല് കണക്ട് ചെയ്യുന്ന സസ്പെൻഷൻ്റെ സെൻട്രലൊരു നീഡിൽ ബെയറിങ് നമുക്ക് വരാം. അതായത് ചേസുമായിട്ട് കണക്ഷൻ വന്ന ഭാഗത്ത് നീഡിൽ ബെയറിങ് വേണം, സ്വിങ് ആം ബെയറിങ് എന്ന് തന്നെ പറയാം. അത് നമ്മളങ്ങനെ ഷെയ്ക്ക് ചെയ്യിച്ച് നോക്കുന്ന സമയത്ത് ചെറിയൊരു ഷെയ്ക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. തുടക്കമാണ്. വേണമെങ്കിൽ നമുക്കത് നെക്സ്റ്റ് സർവീസിലൊക്കെ ചെയ്താലും മതി, കാരണം ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട് ബാക്ക് സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആക്സിലേറ്റർ കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ കാലിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ചെറിയൊരു ജർക്കിങ്, ഒരു ഇളകുന്ന ഒരു ഫീലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് ഇതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റുകയാണെങ്കിലാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. അതല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പരമാവധി വേണമെങ്കിൽ ഓടിച്ചിട്ട് ചെയ്താൽ മതിക്ക് ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് നിലവിൽ. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇതുമായിരിക്കണ ബാറ്ററി എന്ന് പറയുമ്പോൾ ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്, 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്, 2020 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കൂട്ടത്തിൽ കൂടെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.92 വരെ കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുകയാണ്. ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് കാണിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. എന്നാൽ വോൾട്ട് സെയിം ആയിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെൽഫ് ഇപ്പോൾ വർക്കിംഗ് ആണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എങ്കിൽ കൂടി സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സമയമായിട്ടുണ്ട്. കാരണം വെച്ചാൽ ബാറ്ററി ഈ പറഞ്ഞ രീതിയുടെ അതിൻ്റെ ഒരു ഡെഡ് ലൈനിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഹോണോ ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്കാവും. നമുക്ക് സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ ആംബിയർ കൃത്യമായിട്ട് വേണം. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഇതുള്ളത് കൊണ്ട് കംപ്ലയിൻറ്റ് ഫസ്റ്റ് കാണിക്കാൻ സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഫസ്റ്റ് വന്നത് കേട്ടോ. വലിയ താമസിച്ചാണ്ട് കിട്ടിയേക്കാം. ഓക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീനിങ് നടത്തുന്നുണ്ട്. കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്കിതൊന്ന് യൂസ് ചെയ്തതാണ്. നമുക്ക് തുടച്ച് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിൽ ചെറിയൊരു വലിയുറവ് മിസ്സിങ് പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് അയച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം നോക്കുമ്പോഴല്ലോ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വളരെ അതായത് കാർബൺ ഡെപ്പോസിറ്റൊക്കെ ഒരുപാടായിട്ട് അതിൻ്റെ ഹോളൊക്കെ ചെറുതായിട്ട് കരി കയറി ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ആ ഹോൾ ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഹോളുകളാണ്. ആ ഹോളുകളൊക്കെ ചെറുതായിട്ടൊന്ന് അടയും. അതേപോലെ അതിൻ്റെ ഈ സ്ലോജറ്റ്, ഫ്ലോട്ട് വാൽവ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ലോജറ്റിൻ്റെ ഹോളൊക്കെ ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സ്ലോജറ്റ് വല്ല കോസ്റ്റ്ലൊന്നുമല്ല, നമുക്കൊന്ന് റീപ്ലേസ് ചെയ്തിടാം. ഈ ഫ്ലോട്ട് വാൽവ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഹെഡായാലും ഇപ്പോൾ കാർബറേറ്റർ യൂണിറ്റ് ആയാലും നമുക്ക് ക്ലീനർ വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അത്രയ്ക്കും കാർബണാണ്. അപ്പോൾ നമ്മൾ ഒരു കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ശരിക്കും നമുക്ക് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് പറഞ്ഞ അഴുക്കണി കാണാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനർ വെച്ചിട്ട് വേണം കാർബറേറ്റർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നല്ല നീറ്റായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്ലോട്ട് വാൽവ് വന്ന് അടയണ ഭാഗമുണ്ടല്ലോ, അതിവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് അതിൻ്റെ ആ ഈ ശരിക്കും ആ കൂർത്തുള്ള ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പോലെ അത് ആയിട്ടുണ്ട്. അത് ഈ ഫ്ലോട്ട് വാൽവിന് മാത്രമല്ല തേയ്മാനം വരാം, നമുക്ക് ഈ കാർബറേറ്റർ യൂണിറ്റിനും ആ തേയ്മാനം സെയിം പ്രോബ്ലം തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ഷേ നമ്മളിപ്പോൾ ക്ലീനിങ്ങൊക്കെ നടത്തി സെറ്റ് ചെയ്താൽ കൂടി ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. കാരണം ഞാൻ പെട്രോൾ നമുക്ക് കാർബറേറ്ററിൻ്റെ അടിക്കട പൈപ്പിക്കട പുറത്തേക്ക് ചാടാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗമൊക്കെയാണ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പ്ലഗൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വിടാം കേട്ടോ. പ്ലഗ് അത്യാവശ്യം വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്കുള്ളത് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തേ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വണ്ടി ജാമായൊരവസ്ഥയാണ്. അതായത് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ ജാമാവാം. ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ ഒരു പിസ്റ്റൺ വർക്കിംഗ് അല്ല, ഫുൾ ടൈറ്റായിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയായിട്ട് മൂവ് ആവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ബ്രേക്ക് പാഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പാഡൊക്കെ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമുക്കൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്ത്
ബ്രാക്കറ്റ് ബോട്ടൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രാക്കറ്റിൽ നിന്ന് ഗ്രീസ് ചെയ്തേക്കാം. ശരിക്കും പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ MC യൂണിറ്റ് ഉണ്ടല്ലോ, അത് ഈ മാസ്റ്റർ സെറ്റ് അഴിച്ചിട്ട് അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ആ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം ഫ്ലൂയിഡ് അതിനകത്തുനിന്ന് ഇങ്ങടേക്ക് പോകുന്നുണ്ട്. റിട്ടേൺ അതേപോലെ നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരല്പം ഉള്ളിലേക്ക് കയറി ചെല്ലണം. അത് പുറത്തേക്ക് ഇങ്ങടേക്ക് വരവ് മാത്രമേ ഉള്ളൂ, തിരിച്ചങ്ങോട്ട് പോകണില്ല. അതാണ് അതിൻ്റെ ശരിക്കും ആക്ച്വലി കംപ്ലൈൻറ്റ് അതാണ് ശരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അത് അഴിച്ചിട്ട് വേണം അത് റീസെറ്റ് ചെയ്യാൻ. താമസം തന്നെ പണിയാണ്, അഴിച്ച് റീസെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ശരിക്കും അതിൻ്റെ ബ്രേക്കിനകത്ത് എയർ വരും. അപ്പോൾ എയറൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഒരല്പം താമസമൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ തരും കേട്ടോ. അതല്ലാതെ കൊണ്ട് നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കണമെന്നും റിസ്ക് തന്നെയാണ്. കാരണം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ജാമായിട്ട് നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കേബിളൊക്കെ ഇതിവിടെ പൊട്ടിയാൽ നിൽക്കണം കേട്ടോ. അതിവിടെ ഔട്ടറൊക്കെ പൊട്ടിച്ച് ഇന്നർമയാണ് ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് സെയിം പ്രോബ്ലം തന്നെയാണ് ക്ലച്ചിനും വന്നേക്കുന്നത്. ക്ലച്ചൊക്കെ പിടിക്കുമ്പോൾ തന്നെ ഒരു ഞെരിയണ പോലെയാണ്. എപ്പോൾ വേണമെങ്കിൽ പൊട്ടാവുന്ന ഒരു കണ്ടീഷനാണ് കേബിൾ നിൽക്കുക. അപ്പോൾ അത് രണ്ടൊന്ന് ക്ലിയർ ചെയ്തിടാം. ഈ ചോക്കിൻ്റെ ഭാഗം കാർബറേറ്ററിലേക്ക് വന്നതാണ് ഈ ചോക്കിൻ്റെ കേബിളൊന്ന് ചേഞ്ച് ചെയ്താൽ. ഇത്രയായിട്ടാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഏകദേശം നമുക്ക് ഈ ചെയ്യേണ്ട വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ, അതായത് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്ലോ ജെറ്റ്, അതേപോലെ ഈ ഡിസ്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യണം. എഞ്ചിൻ ഓയിൽ, ബാക്കിലെ സസ്പെൻഷൻ്റെ ബെയറിങ്ങിൻ്റെ നോക്കിയിട്ടൊന്ന് പറയും കേട്ടോ. കാരണം വെച്ചാൽ അത് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാറ് സ്മൂത്ത്നെസ് ഉണ്ടാവും. പക്ഷേ താമസം വന്ന വർക്കുകളാണ് അതൊക്കെ. പിന്നെ എഞ്ചിൻ ഓയിൽ. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ടൊന്ന് പറയാം അത് ഏത് രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റഡുമായി സസ്പെൻഷൻ ബെയറിങ് ചേഞ്ച് ചെയ്യണത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചെയ്ത് പോകുമ്പോൾ ലിഫ്റ്റ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഫോർക്കിൻ്റെ സൈഡൊന്നും ലീക്കോ ഒൽസിയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ഈ ഫോർക്ക് വർക്ക് ചെയ്യണ ഭാഗത്ത് ഇവിടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഭാഗത്തായിട്ട് അതിൻ്റെ പ്ലേറ്റിങ് പോയി നിൽക്കണമെന്ന് ഈ കാണുന്നത്. അതായത് അവിടെ പ്ലേറ്റിംഗ് കോട്ടിക്ക് പോയി ഗോൾഡൻ കളറിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അത് എപ്പോൾ വേണമെങ്കിലും ലീക്ക് കാണിക്കാം. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം കറക്റ്റായിട്ട്. സ്ക്രാച്ചൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അത് പരമാവധി ഓടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്ക് വന്നിട്ട് അഴിച്ചാൽ മതി. ലീക്കിൻ്റെ കേസ് കാണിക്കുമ്പോൾ രണ്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ട് ഫോർക്ക് അഴിച്ചിട്ട് വേണം അത് ക്ലിയർ ചെയ്യേണ്ടത്. വെട്ടടിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഈ സൈഡാണ് അതിൻ്റെ ശരിക്കും പ്രോബ്ലം കേട്ടോ. അത് മെയിൻ സ്റ്റാൻഡ് വെച്ചിട്ട് നോക്കുമ്പോൾ റൈറ്റ് സൈഡ് ഫോർക്ക് ട്യൂബിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്തായിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.